രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രൻ ദേവിയോടൊപ്പം അവിടെ എത്തി. ആ അവസരത്തില് അവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് അന്ന് വ്രതം നോക്കേണ്ടതുണ്ട്. പിറ്റേ ദിവസം രാവിലെ അഭിഷേകമാകൊണ്ട് വിശേഷപ്പെട്ടതായ വ്രതാനുഷ്ഠാനങ്ങളാണ്. അത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠൻ അവിടെ വരുന്നുമുണ്ട്. മഹാരാജാവായ ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമചന്ദ്രന്റെ ഭവനത്തിൽ എത്തിയിട്ട് രാമന് അന്ന് രാമൻ പരിപാലിക്കേണ്ടതായിട്ടുള്ള വ്രതവിധാനങ്ങൾ ഉപദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വസിഷ്ഠൻ വളരെ സന്തോഷത്തോടുകൂടി രഥത്തിലേറിയിട്ട് രാമന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ എത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. വസിഷ്ഠ ഋഷി എപ്പോഴാണോ രാമന്റെ ഭവനത്തിൽ രാമന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത്, ആ വൃത്താന്തം ഉടനെ തന്നെ ആ രക്ഷിജനങ്ങൾ രാമനെ അറിയിച്ചു. രാമൻ അത് കേട്ടിട്ട് വളരെയേറെ തിടുക്കത്തോടുകൂടി സംഭ്രമത്തോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് വസിഷ്ഠ ഋഷിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് അദ്ദേഹത്തെ യഥായോഗ്യം സൽക്കരിച്ചു, അദ്ദേഹത്തെ പൂജ ചെയ്തു. എന്നിട്ട് തൊഴുകയോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു കൊട്ടാരത്തിനുള്ളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ പീഠത്തിലിരുത്തി സൽക്കരിച്ച ശേഷമാണ് രാമൻ അദ്ദേഹത്തിന്റെ ആഗമനത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആ അവസരത്തില് വസിഷ്ഠ ഋഷി വളരെയേറെ സന്തോഷത്തോടുകൂടി രാമനോട് പറഞ്ഞു, പ്രിയാർഹം ഹർഷയൻ രാമം ഇത്യുവാച പുരോഹിത. പുരോഹിതനായിരിക്കുന്ന കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ രാമന് ആനന്ദം ഉളവാക്കിക്കൊണ്ട് ഈ പ്രകാരത്തിൽ രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, ഉപവാസം ഭവാനദ്യ കരോതു സഹസീതയ. ഇന്ന് അല്ലയോ രാമ, അങ്ങ് സീതാദേവിയോടൊപ്പം ഉപവാസം ചെയ്യണം. അതിന്റെ വിധിവിശേഷങ്ങളെല്ലാം വസിഷ്ഠൻ രാമനെ കേൾപ്പിക്കുന്നു. ആ ഉപവാസം കഴിഞ്ഞിട്ട് വേണം രാവിലെ സൂര്യൻ ഉദിക്കുന്ന അവസരത്തില് ദിവസവും ചെയ്യുന്ന പൂജാദികളെല്ലാം പൂർത്തിയാക്കി അങ്ങ് അഭിഷേകത്തിന് എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നതായ അഗ്നിഹോത്രശാലയിലേക്ക് രാമൻ എത്തിച്ചേരേണ്ടത്. പിതാ ദശരഥ പ്രീത്യ പ്രാതസ്ത്വാം അഭിഷേക്താഹി യൗവരാജ്യേ നരാധിപ. അല്ലയോ മനുഷ്യരുടെ എല്ലാം അധിപനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര, നാളെ അങ്ങേ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കും. ആരാ അഭിഷേകം നടത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദശരഥ മഹാരാജാവ്. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഈ അഭിഷേകം നടക്കുക. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് നഹുഷൻ യയാതിയെ എങ്ങനെയാണോ അഭിഷേകം കഴിച്ചത് തന്റെ അടുത്ത അനന്തരാവകാശിയായിട്ട്, അതേ പ്രകാരത്തിൽ ദശരഥ മഹാരാജാവ് നിനക്ക് അല്ലയോ രാമ നാളെ യുവരാജാവായിട്ട് അഭിഷേകം നടത്തും എന്ന് പറഞ്ഞ് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് വ്രതവിധാനങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഉപദേശിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ പാദങ്ങളിൽ സമർപ്പിച്ചതായ പൂജകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് വസിഷ്ഠ ഋഷി തേരില് അവിടെ നിന്നിട്ട് ദശരഥന്റെ ഭവനത്തിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴേക്കും ആ അയോധ്യ, അലങ്കൃതമായ അയോധ്യ, ഇപ്പോഴും അലങ്കാര പണികൾ വളരെ വേഗത്തില്
മിനുക്കുമണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ അയോധ്യയുടെ കോലാഹലങ്ങൾ, ആ അയോധ്യയുടെ സന്തോഷം വസിഷ്ഠൻ നേരിട്ട് കാണുകയാണ്. വൃന്ദവൃന്ദൈർ അയോധ്യായാം രാജമാർഗ സമന്തതഃ ബുഭൂരഭിസംബാധ കുതൂഹല ജനൈർവൃതാഃ. വളരെയേറെ കൗതുകമുള്ളവരായ ജനങ്ങൾ രാമന്റെ പട്ടാഭിഷേകം നേരിട്ട് കാണാൻ, അതിൽ സന്തോഷിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ളവരായ ജനങ്ങൾ അവിടെ കൂട്ടം കൂട്ടമായിട്ട് ആ അയോധ്യ നഗരിയിലെ രാജവീഥികളിലെല്ലാം നിറഞ്ഞു നിൽക്കാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. ആ അലങ്കാര പണികളെല്ലാം കൂടുതൽ കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും വിശേഷവിധിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ളതായ ആ ആനന്ദത്തിന്റെ ബഹിസ്ഫുരണം ആ ചലനങ്ങളിലും അവരുടെ മുഖഭാവങ്ങളിലും അവരുടെ വാക്കുകളിലും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള ആ ജനസമൂഹങ്ങളെ കണ്ടുകൊണ്ടാണ് വസിഷ്ഠൻ ദശരഥന്റെ സമീപത്തേക്ക് തേരില് കടന്നു പോകുന്നത്. ജനവൃന്ദോർമി സംഘർഷ ഹർഷസ്വന വൃതസ്തത. ഒരു സമുദ്രത്തിലാണെങ്കിൽ എപ്പോഴും തിരമാലകൾ ഉണ്ടാകും. ആ തിരമാലകൾ ഇങ്ങനെ ഇളകിമറിയും. എണ്ണിയാൽ തീരാത്ത തിരമാലകളാണ്. അത് കാറ്റടിക്കുന്നതിനനുസരിച്ചിട്ട് വളരെയേറെ മനോഹരമായിട്ട് ഇളകിമറിഞ്ഞ് ഗംഭീരമായ നാദത്തോടു കൂടിയിട്ടാണ് അത് ഇളകിമറിയുക. അങ്ങനെ ആയിരമായിരം തിരമാലകൾ ഇളകിമറിയുമ്പോഴേക്കും അതെല്ലാം കൂട്ടിമുട്ടി വളരെ മനോഹരമായ ദർശനീയമായ രൂപവും അതേപോലെ തന്നെ കാതുകൾക്ക് ഇമ്പമേകുന്നതായ ഗംഭീരമായ ശബ്ദവും അത് പുറപ്പെടുവിക്കും. അതുപോലെയായി തീർന്നു ഈ അയോധ്യ. എന്താ, ജനങ്ങളുടെ കൂട്ടങ്ങളാകുന്ന തരംഗമാലകൾ അവിടെ ഇളകിമറിയുകയാണ്. ജനവൃന്ദോർമി സംഘർഷം, ജനങ്ങളുടെ വൃന്ദം, ജനങ്ങളുടെ കൂട്ടം, ആ കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പല ജോലികളിൽ ഏർപ്പെടുന്നു. അതേപോലെ തന്നെ പാടുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ ആ തിരമാലകൾ പോലെ ആളുകളാകുന്ന, ആളുകളുടെ സംഘങ്ങളാകുന്ന തിരമാലകൾ അന്യോന്യം കൂടിക്കലർന്നിട്ട് ഹർഷസ്വനങ്ങൾ, ആനന്ദത്തിൻ്റെതായ നാദങ്ങൾ അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്നു. ആ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഴുവൻ മുഖരിതമാകുന്നു. അങ്ങനെയുള്ളതായ ആ രാജമാർഗത്തെ വസിഷ്ഠ ഋഷി കണ്ടു. ആ രാജമാർഗം മുഴുവൻ സിക്ത സമൃഷ്ടരഥ്യാഹി തഥാച വനമാലിനി. ആ രാജമാർഗങ്ങൾ മുഴുവൻ നല്ലവണ്ണം നനച്ച് നല്ല തണുത്തുറഞ്ഞതായ ജലം, സുഗന്ധിയായ ജലം, പനിനീർ പുഷ്പങ്ങളുടെ സുഗന്ധം വഹിക്കുന്നതായ ജലം കൊണ്ട് നല്ലവണ്ണം നനച്ച് ആ രാജമാർഗങ്ങൾ മുഴുവൻ ഭംഗിയാക്കിയിട്ട്, എന്ന് മാത്രമല്ല അത് മുഴുവൻ പുഷ്പങ്ങൾ കൊണ്ട് വിതറി. രാജവീഥികൾ മുഴുവൻ താമരപ്പൂക്കളും അതേപോലുള്ള കമനീയങ്ങളായ പുഷ്പങ്ങളും കൊണ്ട് ഭൂമി മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഉദ്യാനങ്ങൾ, അടുത്തടുത്തടുത്തായിട്ട് ഉദ്യാനങ്ങൾ രാജമാർഗത്തിന്റെ രണ്ടു വശത്തും കാണാനായി സാധിക്കും. ആ ഉദ്യാനങ്ങളെല്ലാം പൂവണിഞ്ഞു നിൽക്കുന്നു. ഇപ്പോ ഇത് വസന്ത ഋതുവാണ്. ആ വസന്തത്തിന്റെ മനോഹാരിത അവിടെ മുഴുവൻ കാണാം. എന്ന് മാത്രമല്ല അയോധ്യയില് ആസീത് അയോധ്യ തദഹ സമുജ്ജൃത ഗൃഹധ്വജ. എല്ലാ വീടുകളുടെയും മുന്നില് കൊടിമരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ കൊടിമരങ്ങളിലെല്ലാം പതാകകൾ പാറിക്കളിക്കുന്നുണ്ട്. അങ്ങനെ ആ നഗരം മുഴുവൻ അലങ്കൃതമായിരിക്കുന്നു. ആ അവസരത്തില് ആ അയോധ്യ നിവാസികളായിട്ടുള്ള ജനങ്ങൾ രാമാഭിഷേകം ആകാംക്ഷൻ ഉദയം രവേഹി. ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം എത്രയും വേഗം കാണാനുള്ളതായ ആഗ്രഹമാണ്, ത്വരയാണ് അവരുടെ എല്ലാം ഉള്ളില്. എപ്പോഴാ അഭിഷേകം നടക്കുക? സൂര്യൻ ഉദിക്കുന്ന അവസരത്തില്. സൂര്യൻ ഉദിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും കൂടെ അങ്ങ് കിഴക്കേ ദിക്കിലേക്ക് നോക്കുകയായി. അങ്ങനെ ആരും നോക്കേണ്ട കാര്യമില്ല. കൃത്യസമയത്തിന് സൂര്യൻ വരും.
എങ്കിലും അവരുടെ ഉള്ളിലുള്ളതായ ആ സന്തോഷത്തിൻ്റെ തരംഗമാലകൾ കാരണം എത്രയും വേഗം രാമന് കിരീടം വെച്ച് കാണാൻ അവരങ്ങനെ സമയത്തെ തള്ളി നീക്കുക എന്നുള്ളതായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ അവസരത്തില് ഉത്സുകോ ഭൂത് ജനോദ്രഷ്ടം തം അയോധ്യാ മഹോത്സവം. ആ അയോധ്യ മുഴുവൻ ഉത്സവം കൊണ്ട് ആറാടുകയാണ്. ആ അയോധ്യാ മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൂടിയും ആളുകൾ ഇങ്ങനെ ഔത്സുക്യത്തോടു കൂടിയിട്ട് അയോധ്യ നഗരിയില് അന്യോന്യം സഞ്ചരിക്കുകയാണ്. ഒരിടത്ത് നൃത്തമുണ്ട്, വേറിടത്ത് നൃത്യമുണ്ട്, വേറിടത്ത് സംഗീതമുണ്ട്, വേറിടത്ത് നാട്യമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കലാപ്രകടനങ്ങൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് വളരെ വേഗത്തില് വസിഷ്ഠ ഋഷി ദശരഥന് ഇരിക്കുന്നതായ സ്ഥലത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നു, കൊട്ടാരത്തിനുള്ളില്. ആ അവസരത്തിൽ ദശരഥൻ വസിഷ്ഠ ഋഷി മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം വസിഷ്ഠനെ കണ്ടു. ദൂരെ വെച്ച് തന്നെ അദ്ദേഹം എണീറ്റ് വസിഷ്ഠന്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് രാമനോട് നിർദ്ദേശങ്ങളെല്ലാം നൽകിയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. എന്തൊക്കെയാണ് താൻ പറഞ്ഞതെന്ന് വസിഷ്ഠൻ രാജാവിനെ അറിയിച്ചു. രാജാവിന് സന്തോഷമായി. അങ്ങനെ വസിഷ്ഠ ഋഷിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ദശരഥൻ പിന്നെ തന്റെ അന്തഃപുരത്തിലേക്ക് പോവാണ്. വിവേശ അന്തഃപുരം രാജ സിംഹോ ഗിരിഗുഹാമിവ. എങ്ങനെയാണോ സിംഹം താൻ പാർക്കുന്നതായ പർവ്വതത്തിലെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് തന്റെ വാസഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതേ പ്രകാരത്തില് ആ രാജസിംഹം തന്റെ അന്തഃപുരത്തിനുള്ളിലേക്ക്, അവിടെയാണ് കൈകേയിയുള്ളത്, ആ അന്തഃപുരത്തിനുള്ളിലേക്ക് മഹാരാജാവ് പ്രവേശിച്ചു.